വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സദ്യയിലെ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത മറ്റൊരു റെസിപ്പി ആയിട്ടാണ് കൂട്ടുകറി. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ നമ്മുടെ കൂട്ടുകറി വളരെ ടേസ്റ്റിയോടുകൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു റെസിപ്പി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കൂട്ടുകറിയുടെ റെസിപ്പി ഉണ്ടാക്കുന്നത് നോക്കാം. അതുപോലെ വേറെയും ഓണം റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കൂട്ടുകറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ഞാനിവിടെ പച്ചക്കായ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചേന എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പച്ചക്കായയുടെ അളവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കറുത്ത കടലയാണ്. അപ്പോൾ ഇത് കറുത്ത കടല വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് പച്ചക്കയും അതുപോലെ തന്നെ ചേനയും വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു മൺചട്ടിയിലോ അല്ലെങ്കിൽ ഒരു പാനിലോ അടികട്ടിയുള്ള ഒരു പാനിലോ വേവിച്ചെടുക്കാം. ചേനയ്ക്ക് കുറച്ച് വേവുള്ളത് കൊണ്ട് കുറച്ച് ടൈം എടുക്കും, ഒരു 10-15 മിനിറ്റ് എടുക്കും വേവിച്ചെടുക്കാൻ. അഥവാ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിലിട്ട് വേവിക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ കുരുമുളക് ഉണ്ടെങ്കിൽ അത് തേങ്ങ അരക്കുമ്പോൾ ഇട്ടാലും മതി. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യരുത്, അപ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം പച്ചക്ക അധികം വേവില്ല, പക്ഷേ ചേനയ്ക്ക് വേവുണ്ടാവും. ഒരു നല്ല ഇത് രണ്ടും നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഞാൻ മൂടി കൊണ്ട് അടച്ച് ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള ഒരു സമയം ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ജീരകം എടുത്തിട്ടുണ്ട്. ജീരകം കൂടി ഇട്ട് ഇത് നമുക്കൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മളുടെ പച്ചക്കയും ചേനയും വെന്തോ എന്ന് നോക്കാം. അപ്പോൾ ഇതേ വെള്ളമൊക്കെ വറ്റി ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ചേന ഒന്ന് വെന്തോ എന്ന് നോക്കിയാൽ മതി. പച്ചക്ക ഓൾറെഡി വെന്തിട്ടുണ്ടാകും. പച്ചക്കൊക്കെ വേവ് കുറവാണ്. അപ്പോൾ ചേന ഞാൻ നോക്കിയപ്പം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെറിയൊരു വെള്ളമുണ്ട്, അത് നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. അപ്പോൾ കടല വെള്ളത്തോടു കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ ഒരു കടലയും നമ്മുടെ ഈ ഒരു പച്ചക്കയും ചേനയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ഒന്നും കൂടി ഒന്ന് വേവിക്കുക. ആ ഒരു കടലയുടെ വെള്ളവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പം ഒരു 5 മിനിറ്റോളം കൂടി മാത്രം മതി. 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി കൊണ്ട് അടച്ചൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കടലയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും ഒരുവിധം. ഇപ്പോൾ ഇത് ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം സാരമില്ല, നമ്മൾ അരപ്പ് ഇടുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂട്ടുന്നതാണ് ശർക്കര. ഒരു ടീസ്പൂണോളോ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊടിച്ചതായിട്ട് ഇട്ടുക. ഇത് ഓൾറെഡി കുക്കായിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടിയുള്ള അരപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിലേക്ക് ആ വെള്ളം ഈ ഒരു തേങ്ങയും കൂടി ഇട്ട് കഴിയുമ്പം ഒന്നും കൂടി ഒന്ന് വറ്റിക്കോളും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും നന്നായിട്ടാവുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളുടെ ഈ ഒരു വെള്ളം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വറ്റും, നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ വരും. അപ്പോൾ ഈ തേങ്ങയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട, തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്താൽ മതി. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് കണ്ടോ, ആ വെള്ളമൊക്കെ ഒരുവിധം വറ്റി തേങ്ങയുടെ ആ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു വറുത്തിടണം. അതും കൂടി കഴിയുമ്പോൾ നമ്മളുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളുടെ ഈ നാടൻ കറികളെല്ലാം ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ നൽകുക. ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, നമ്മുടെ ഈ കറികൾക്ക് കൂടുതലൊക്കെ ടേസ്റ്റ് നൽകും. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് തേങ്ങ വറുക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്.
അതൊന്നും ഒരുവിധം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒരു ബൗളോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ എത്രയും കൂടുന്നോ അത്രയും ടേസ്റ്റ് കൂടുതൽ നൽകും ഇതിന്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗളാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1-1.5 ബൗളോ എടുക്കാം. നമ്മുടെ പച്ചക്കയുടെയും അതുപോലെ തന്നെ ചേനയുടെ അളവനുസരിച്ച് 1-1.5 കപ്പ് എടുക്കാവുന്നതാണ്. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ, ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം വറുക്കാൻ. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നന്നായിട്ട് വറുത്ത് കിട്ടത്തുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് ആദ്യം ഇട്ടാൽ കറിവേപ്പിലയും വറ്റൽമുളകും ഒരുപാട് അങ്ങ് ഫ്രൈ ആയിപ്പോവും. അപ്പോൾ ഇത് നമ്മൾ കറിയിലിടുമ്പോൾ പെട്ടെന്ന് നല്ലൊരു കളറും നല്ലൊരു ആ ടേസ്റ്റും കിട്ടാൻ വേണ്ടി അവസാനം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇടുന്നതാണ് നല്ലത്. ഈ ഒരു ചൂട് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ട് ഈ ഒരു കളർ വരെ നമ്മളുടെ തേങ്ങ വറുത്തെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ആ കറിക്ക് നല്ല കളറും ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് എണ്ണയും കൂടി ഉണ്ട്. ആ എണ്ണയോട് കൂടിയാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ അവസാനം സെർവിങ് ബൗളിലോട്ട് മാറ്റുമ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടി വളരെ കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കുക. ഇപ്പോൾ ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുത്തിട്ട് നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു ടൈമിന് മിക്സ് ചെയ്തെടുത്താൽ മതി. കാരണം ആ വറവിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ നമ്മളുടെ കറിയിലൊക്കെ എല്ലാം നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ മൂടി കൊണ്ട് അടച്ച് കുറച്ച് സമയത്തിന് ശേഷം എടുക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 1-2 മണിക്കൂറിന് ശേഷം ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ആ വറുത്ത തേങ്ങയും അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ വറുത്ത തേങ്ങയും ഇതും കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ വറുക്കുമ്പം ഈ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാതെ നന്നായിട്ട് മുരിച്ച് എടുക്കുമ്പോഴാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ടുണ്ട്. ആ ഉഴുന്ന് പരിപ്പും കൂടി ഇടുമ്പം നമ്മൾ ആ ഒരു ഇപ്പോൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു കടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദും കൂടിയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.